1903 ജൂലൈ 23 അന്ന് ഒരു കാർ വാങ്ങിയ ഒരു ഉപഭോക്താവ് ഒരു യുവ സംരംഭകന്റെ സ്വപ്നത്തെ മാത്രമല്ല ലോകത്തിന്റെ ഭാവിയെ മാറ്റിമറിച്ചു. ആ യുവ സംരംഭകന്റെ പേരാണ് ഹെൻറി ഫോർഡ്. 1863 മിഷിഗണിലെ ഒരു കർഷക കുടുംബത്തിലായിരുന്നു ഹെൻറി ഫോർഡ് ജനിച്ചത്. ചെറുപ്പം മുതൽ യന്ത്രങ്ങളോട് അദ്ദേഹത്തിന് അടങ്ങാത്ത അഭിനിവേശമായി. യൗവനകാലത്ത് തോമസ് ആൽവ എഡിസന്റെ കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തുവെങ്കിലും മറ്റു ചില സ്വപ്നങ്ങൾ അയാളുടെ മനസ്സിൽ ചാരം മൂടിക്കിടന്നിരുന്നു. കാർ എന്ന വാഹനം സമ്പന്നർക്ക് വേണ്ടി മാത്രമല്ല, സാധാരണ മനുഷ്യനും സ്വന്തമാക്കാൻ കഴിയണമെന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. ഈ ചിന്തയോടെയാണ് 1903 ജൂൺ 16 അദ്ദേഹം ഫോർഡ് മോട്ടോർ കമ്പനി സ്ഥാപിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ തുടക്കം അത്ര എളുപ്പമായിരുന്നില്ല. കടുത്ത സാമ്പത്തിക ഷോർട്ടേജിലൂടെ കടന്നുപോയ അയാളുടെ കമ്പനിയുടെ മൂലധനം തീർന്ന് അടച്ചു പോകേണ്ട ആ ഘട്ടത്തിലാണ് ഡോക്ടർ ഏണസ്റ്റ് ഫെന്നിങ് ഫോർഡിന്റെ ആദ്യ വാണിജ്യ കാർ വാങ്ങുന്നത്. മുങ്ങുവാൻ പോകുന്നയാൾക്ക് കിട്ടുന്ന കച്ചിത്തുരുമ്പ് പോലെ $850 ആ വിൽപ്പന ഫോർഡ് കമ്പനിക്ക് നൽകിയത് പുതിയ ജീവൻ. ഫോർഡിന്റെ ആദ്യ കാർ മോഡൽ എ ആയിരുന്നെങ്കിൽ ലോകത്തെ മാറ്റിമറിച്ചത് പിന്നീട് ഒരു 5 വർഷക്കാലത്തേക്ക് കൂടി കഴിഞ്ഞ് 1908 പുറത്തിറങ്ങിയ മോഡൽ ടി ആയിരുന്നു. ആ മോഡൽ പുറത്തിറങ്ങുന്നത് വരെ മാത്രമേ സമ്പന്ന വിഭാഗങ്ങൾക്ക് തങ്ങളുടെ ആഡംബര ജീവിതത്തിന്റെ കുത്തകയാക്കി കാർ എന്ന വാഹനത്തെ പിടിച്ചു നിർത്തുവാൻ കഴിയും. സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് ഫോർഡ് ആ മോഡലിനെ കൊണ്ടുവരികയും കാർ നിരത്തിൽ സർവ്വസാധാരണമാവുകയും ചെയ്തു. അധികം വൈകാതെ 15 ലക്ഷത്തിലധികം മോഡൽ ടി കാറുകളാണ് വിറ്റഴിക്കപ്പെട്ടത്. എന്നാൽ ഫോർഡിന്റെ ഏറ്റവും വലിയ നിർമ്മാണ നേട്ടം കാറുകളായിരുന്നില്ല, അത് മൂവിംഗ് അസംബ്ലി ലൈൻ എന്ന ഉൽപ്പന്നമാണ്. 1913 ഈ സംവിധാനം അവതരിപ്പിച്ചതോടെ ഒരു കാർ നിർമ്മിക്കാനെടുത്തിരുന്ന 12 മണിക്കൂറിലേറെ സമയം വെറും 93 മിനിറ്റായി കുറഞ്ഞു. ഇന്ന് കാർ മാത്രമല്ല, മൊബൈൽ ഫോൺ മുതൽ വിമാനങ്ങൾ വരെ നിർമ്മിക്കുന്ന മിക്ക ഫാക്ടറികളുടെയും അടിസ്ഥാന ആശയം മൂവിംഗ് അസംബ്ലി ലൈൻ തന്നെയാണ്. കറകളഞ്ഞ ഒരു മനുഷ്യ സ്നേഹി കൂടിയായിരുന്ന ഫോർഡ് തൻ്റെ തൊഴിലാളികളുടെ ജീവിതവും മാറ്റിമറിച്ചു. 1914 തൊഴിലാളികൾക്ക് പ്രതിദിനം $5 വേതനം പ്രഖ്യാപിച്ചപ്പോൾ പലരും നെറ്റിച്ചുമിച്ചു. അക്കാലത്ത് അത് ഏവരെയും അമ്പരപ്പിക്കുന്ന ഒരു തീരുമാനം തന്നെയായിരുന്നു. അങ്ങനെ കൂടുതൽ വരുമാനം ലഭിച്ചതോടെ അവർ നിർമ്മിക്കുന്ന കാറുകൾ തന്നെ വാങ്ങാൻ തൊഴിലാളികൾക്കും സാധിച്ചു. മധ്യവർഗത്തിന്റെ ശക്തമായ വളർച്ചയ്ക്ക് അടിത്തറ പാകിയത് ഫോർഡ് നടത്തിയ ഈ ശമ്പള പരിഷ്കരണം തന്നെയായിരുന്നു. കൂടാതെ 8 മണിക്കൂർ ജോലി എന്നതും പിന്നീട് കുടുംബത്തോടൊപ്പം തൊഴിലാളികൾക്ക് ചെലവഴിക്കാനായി 5 ദിവസത്തെ പ്രവൃത്തിയാഴ്ച എന്ന ആശയവും ജനകീയമാക്കുന്നതിൽ ഫോർഡ് വഹിച്ചത് നിർണായകമായ പങ്ക്. മോഡൽ ടിയിൽ തുടങ്ങി മസ്താഖ് എന്ന യുവതലമുറയുടെ സ്വപ്നത്തിൽ വരെ എത്തി നിൽക്കുകയാണ് ഫോർഡിന്റെ ജൈത്രയാത്ര. ലോകപ്രശസ്തമായ പല റേസുകളിലും ഫെരാരിയെ പരാജയപ്പെടുത്തി ചരിത്രം കുറിച്ചെന്ന ഖ്യാതിയും മസ്താങ്ങിന് സ്വന്തമാണ്. A150 ആകട്ടെ അമേരിക്കയിലെ ഏറ്റവും ജനപ്രിയ ട്രക്കുകളിലൊന്നായി. ഇന്ന് ഫോർഡ് ഇലക്ട്രിക് വാഹനങ്ങളിലും സ്വയം നിയന്ത്രിത സാങ്കേതിക വിദ്യകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എല്ലാം മുന്നേറുകയും ഇതിൻ്റെ എല്ലാം തുടക്കം അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിന്നിരുന്ന ഫോർഡിന്റെ ആദ്യ കമ്പനിയിൽ 1903 ജൂലൈ 23 നടന്ന ഒരു ചെറിയ കാർ വിൽപ്പനയിൽ. ആ കാർ വിൽപ്പന നൽകിയ ജീവൻ ഒരു കമ്പനിയെ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു വ്യവസായ വിപ്ലവത്തെ തന്നെയായിരുന്നു മാറ്റിമറിച്ചത്. ഹെൻറി ഫോർഡ് തൻ്റെ മോട്ടോർ കാർ എന്ന ആശയവുമായി നടക്കുന്ന കാലത്ത് തോമസ് എഡിസൺ പോലും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഉണ്ടായത്. പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ ധാരാളം പേർ നമ്മളെ നിരുത്സാഹപ്പെടുത്തിയ പലവട്ടം പരാജയങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാലും അവയെല്ലാം അതിജീവിച്ച് തളരാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്കാണ് വിജയം സാധ്യമാകുന്നത്.